അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഏതായാലും അതിർത്തിയിൽ യുദ്ധം, ആകെ കൂടി ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ അല്ലേ നടക്കണേ. എന്നാൽ പിന്നെ മനസ്സൊന്ന് നിങ്ങൾക്ക് തടിപ്പിച്ചാലോ. ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് റെയിൻ ടവർ എന്ന് പറയുന്ന ടവർ കാണാനാണ്. അപ്പോൾ ചോദിക്കുക എവിടെയാണ് ഈ ടവറെന്ന്. ഈ ടവറുള്ളത് അങ്ങ് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഡ്രുസൽഡോർഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ് ഈ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇതിനിങ്ങനെ പേര് വരാൻ തന്നെ റെയിൻ ടവർ എന്ന് പേര് വരാൻ തന്നെ കാരണം അവിടെ ഒരു നദി ഇങ്ങനെ ചുറ്റും വളഞ്ഞു ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്താണ് നമ്മുടെ റെയിൻ ടവർ. ഈ ടവർ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ കാണുന്ന വഴിയൊക്കെ ഉണ്ടാവും. നമ്മൾ സ്വീകരിക്കാൻ വരുന്ന വണ്ടി, അത് ഓടിക്കുന്ന ഒരു വനിതാ പൈലറ്റ്, എന്താ രസം എന്നറിയാം. അപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഇത് ഈ റെയിൻ ടവറിൻ്റെ അടിവശമാണ്. കാണുമ്പോൾ അമിതാഭ് ബച്ചൻ്റെ മാതിരിയൊക്കെ ഇരിക്കും, പക്ഷേ വലിപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറി ഒരു ബട്ടൺ അങ്ങോട്ട് ഞെക്കുക. ഇപ്പോൾ അതിർത്തിയിൽ കണ്ടില്ലേ റോക്കറ്റുകൾ പോകണം, അതേപോലെ ലിഫ്റ്റ് അങ്ങ് പോകും. ലിഫ്റ്റ് ഇടും എന്ന് പറഞ്ഞ് മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ 170 അടി ഉയരത്തിലെത്തിക്കഴിഞ്ഞു. 240 അടി ഹൈറ്റുള്ള ഒരു ടവറാണ്. 300 കൊല്ലങ്ങൾക്ക് മുൻപ് പണി ചെയ്തതാണ്. അത് മിസൈലൊന്നല്ല, ടൈലേറ്റ് കത്തണതാണ്. അപ്പോൾ എന്തിനാണത് പണി കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് കാലത്ത് ഈ റേഡിയോ ട്രാൻസ്മിഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഈ ടവറുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ളതിലെ ഏറ്റവും വലിപ്പം കൂടി സംഭവമാണ്. ഇത് ലോകത്തിൽ തന്നെ റെക്കോർഡുള്ള ടവറാണ്. അപ്പോൾ അന്നത് അവരങ്ങനെ നല്ല രീതിയിൽ പണി കഴിച്ചപ്പോൾ ഇന്ന് വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം അവിടെ വന്നു പോകുന്നത്, ഒരു മണിക്കൂറിലും. ഞങ്ങൾ പോയ സമയം ആ സമയമായിട്ടും. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റാത്തതാൽ എനിക്ക് അറിയാത്തതുണ്ട്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോസ് ചെയ്തൊക്കെ നോക്കിയാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതൊരു ഡയാമീറ്റർ കണ്ട, എത്ര ഡയാമീറ്റർ നോക്കി, എത്ര 30 ടണ്ണം കണ്ട് ലോഡ് അതിൻ്റെ മുകളിൽ കൂടെ കയറി പോയാലും അതിനൊരു പ്രശ്നം പറ്റില്ല. അതേസമയം അതിൻ്റെ അടിയിൽ ബങ്കറാണെന്നാണ് പറയണത്. അതെന്തിൻ്റെയാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വെയിൽ കഴിയാറായുള്ള സമയത്താണ് നമ്മൾ ചെന്നത്. അതുകൊണ്ടാണ് ചെറിയ മങ്ങൽ. പിന്നെ ജർമ്മനിയിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രത്തിൽ അങ്ങനെയാണല്ലോ. വിചാരിക്കാത്ത സമയത്ത് കത്തും, വെയിൽ വരും, മഴ വരും. എന്തൊക്കെയായാലും ഒരു ദിവസം നമുക്ക് അവിടെ പോയി ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പരിസരങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. കണ്ടാ, അതൊക്കെ വെറും എൻട്രൻസിനുള്ളൊരു കമാനാണ്. പക്ഷെ അത് പണിത് വെച്ചങ്ങനെ രീതിയാണ് മനുഷ്യനെ നമ്മളെ കൂടുതൽ ആസ്വാദനത്തിലേക്ക് കൊണ്ടുപോവുക. പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറി ചെല്ലണത് ഈ ടവറിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ 170 അടി ഉയരത്തിലാണ് ഈ റെസ്റ്റോറൻറ്റ് നിലനിൽക്കുന്നത്. ബട്ടൺ റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുക. കാരണം അതിങ്ങനെ റൗണ്ടിലാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരുന്ന് ക്യാമറ പിടിച്ചാൽ മതി, ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട്. ഇതിപ്പോൾ കണ്ട പിള്ളേരൊക്കെ ഗ്ലാസിൻ്റെ മുകളിൽ കൊണ്ട് കളിക്കുമ്പോൾ നമ്മളൊന്ന് മെരുട്ടിപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു നോ പ്രോബ്ലം. കാരണം നമ്മുടെ അരിക്കുമ്പോൾ കുത്തിയാലും മറിയാത്ത തരം ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇതിനകത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെയിൻ നദിയും അതിലൂടെ കപ്പൽ പോലുള്ള വലിയ വലിയ ബോട്ടുകളും ആ പ്രകൃതി ഭംഗിയും ഇത് പകലാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞ് ഇരുട്ടാകുമ്പോൾ വരുന്ന ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കണ്ട ഇരുട്ടിൽ കാണുന്ന ആ ടവറും ആ ബട്ടർ റെസ്റ്റോറൻറ്റും ആ ചുറ്റുപാടൊക്കെ. യാത്രകൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ വിടരുത്, എൻ്റെ ഒരു അഭിപ്രായം അതാണ്. കാരണം സുന്ദരമായ ഈ ലോകത്തിൽ വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു റോസാപ്പൂ വിടർന്ന് നിൽക്കുമ്പോൾ കാണാൻ എത്ര ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ഈ ഇതളകൾ നടന്ന് ഒരു ദിവസം ആ പൂവില്ലാണ്ടാവും. അപ്പോൾ അവസാന നിമിഷത്തിൽ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കൈക്കും കാലിനും ആരോഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറന്നെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റൂമുണ്ടല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ആ സന്തോഷം, അതും മതി 2 കൊല്ലത്തേക്ക് ആയുസ് കൊടുക്കും. അവിടെ ഒന്നാം തരം ഒരു സെറ്റപ്പുള്ള ബാറാണ്. അവിടെ ആവശ്യമുള്ളത് പഠിച്ച് കഴിക്കുക. അവിടെ തടസ്സങ്ങളില്ല, എതിർപ്പുകളില്ല. അവനാണ് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ ഇത്രയൊക്കെ തന്നെ ഉള്ളതെന്നേ. നമ്മളാരും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കും. എന്തോരം മണിയും സന്തോഷിക്കും. കുറച്ച് ഇല്ലാത്തവനും
ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതും ജീവിതമാർഗമായിട്ടും പലരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളങ്ങനെ വെറിയാവേണ്ട കാര്യമില്ല. വയലാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗം ഇത് തന്നെയാണ് സ്വർഗം എന്നുള്ളത്, ഇവിടെ തന്നെ സ്വർഗം. ഈ സ്വർഗം നമുക്ക് ആഘോഷിക്കാം, പിന്നെ വേറൊരു സ്വർഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഘോഷിക്കാൻ കണ്ട. ആ പോണതൊക്കെ വലിയ വലിയ ബോട്ടുകൾ കപ്പലിൻ്റെ മാതിരിയുള്ളത്, അത് നിറയെ ആൾക്കാരാണ്. പാട്ടും പദം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. പറഞ്ഞു വന്നപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കണ്ട, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറയണം. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ ഒന്നും ഒഴിവാക്കാണ്ടിരിക്കുക, പറ്റാവുന്നതിൻ്റെ മാക്സിമം യാത്ര ചെയ്യുക. നമുക്ക് സന്തോഷമുള്ളെങ്കിലൊന്നും ആവാൻ പറ്റില്ല, വേണ്ട, ആവണോടത്തോളം ആവാമല്ലോ. അപ്പം ഇനി എല്ലാവർക്കും ഒന്നുകൂടി നല്ല നമസ്കാരം. താങ്ക് യു.